ഇറാൻ യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇങ്ങ് കേരളത്തിൽ വരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ധനവില കുതിച്ചുയരുന്നതിനിടെ വിലക്കയറ്റമടക്കം ഭീഷണികൾ നമുക്ക് മുന്നിൽ ഉയരുന്നു. വാർത്തകളിൽ കാണുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കപ്പുറം ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ നീക്കമായി നിലവിലെ യുദ്ധത്തെ വിലയിരുത്താം. അതെ, ഇതൊരു സാമ്പത്തിക യുദ്ധം കൂടിയാണ്. അമേരിക്കയെ ലോകശക്തിയായി നിലനിർത്തുന്ന പെട്രോ ഡോളർ എന്ന സാമ്പത്തിക സംവിധാനത്തെ തകർക്കാനുള്ള നീക്കമാണിത്. ഈ യുദ്ധം അമേരിക്കൻ ആധിപത്യത്തിൻ്റെ അന്ത്യമാകുമോ? നമുക്ക് പരിശോധിക്കാം. ആദ്യം എന്താണ് പെട്രോ ഡോളർ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 50 വർഷമായി അമേരിക്ക ലോകക്രമത്തെ നിശ്ചയിക്കാൻ മാത്രം കരുത്തരായി തുടരുന്നതിന് പിന്നിൽ അവരുടെ സുസജ്ജമായ സൈന്യമല്ല, മറിച്ച് പെട്രോ ഡോളറാണ്. എന്താണ് ഈ പെട്രോ ഡോളർ? ലോകത്ത് എണ്ണ വ്യാപാരം നടക്കുന്നത് പ്രധാനമായും അമേരിക്കൻ ഡോളറിലാണ്. ജപ്പാനോ ഇന്ത്യയോ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ ആദ്യം ഡോളർ കൈവശം വെക്കേണ്ടതുണ്ട്. ഇത് ഡോളറിന് ആഗോള തലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് പകരമായി ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക സൈനിക സംരക്ഷണം നൽകും. ഈ സംവിധാനമാണ് അമേരിക്കയ്ക്ക് എത്ര തുക വേണമെങ്കിലും അച്ചടിക്കാനും കടമെടുക്കാനും കരുത്തു നൽകുന്നത്. സൈനികമായും സാങ്കേതികമായും മുന്നിട്ട് നിൽക്കുന്ന ശക്തരായ അമേരിക്കയെ നേരിട്ട് ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ മറ്റൊരു തന്ത്രം പയറ്റുന്നത്. അമേരിക്കൻ സാമ്പത്തിക സംവിധാനത്തെ ചലിപ്പിക്കുന്ന അതിൻ്റെ ഇന്ധനമായ ഗൾഫ് മേഖലയിലെ സ്ഥിരത തകർക്കുക എന്നതാണത്. ദുബായ് പോലെയുള്ള നഗരങ്ങൾ വളർന്നത് അവിടെയുള്ള സുരക്ഷിതത്വം കാരണമാണ്. മിസൈലുകൾ സദാ ചീറിപ്പായുന്ന ഭയവും ആശങ്കയും നേടിക്കുന്ന ഒരു മേഖലയിൽ നിക്ഷേപകർ പണമിറക്കില്ല. ഭാഗികമായെങ്കിലും ഇത്തരമൊരു ഭയം നിക്ഷേപകരിൽ ഉണ്ടാക്കാൻ ഇറാനായാൽ അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അത് അമേരിക്കയ്ക്കും അവർ മുന്നോട്ട് വയ്ക്കുന്ന ലോകക്രമത്തിനും കനത്ത പ്രഹരമേൽപ്പിക്കും. ഇറാൻ യുദ്ധത്തിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണമുണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കാണേണ്ടത്. തന്ത്രപരമായി മധ്യേഷ്യയിൽ സുരക്ഷാ പ്രതിസന്ധി എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച് പെട്രോ ഡോളർ സിസ്റ്റത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ് ഇറാൻ്റെ ലക്ഷ്യം. ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം കൂടെ എടുത്ത് നമ്മൾ പറയേണ്ടതുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇറാന് വലിയ ഒരു മേൽക്കൈ ഇവിടെയുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ പുറം കടലിലേക്ക് ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണിത്. ദിനേന ലോകത്തിന് ആവശ്യമായതിൻ്റെ 20% എണ്ണയും കടന്നു പോകുന്നത് ഈ ചെറിയ വഴിയിലൂടെയാണ്. അതായത് ലോകം ഉപയോഗിക്കുന്ന ഓരോ 5 ബാരൽ ക്രൂഡ് ഓയിലിലും 1 ബാരൽ കടന്നു വന്നിരിക്കുക ഹോർമുസ് വഴിയാവും. കഴിഞ്ഞ 7 ദിവസമായി ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ വഴിമരുന്നിടുന്നുണ്ട്. ഇതാണ് US-നും സഖ്യകക്ഷികൾക്കും ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു കാര്യം. ഹോർമുസ് കടലിടുക്കിന് പരിസരത്തുള്ള ഭൂപ്രകൃതിയും നിർണായകമാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ സുപ്രധാന എണ്ണയുൽപാദക രാജ്യങ്ങൾ സമതല പ്രദേശങ്ങളാണ്. അവിടെയുള്ള എണ്ണപ്പാടങ്ങളും പ്ലാന്റുകളും എളുപ്പത്തിൽ ആക്രമിക്കപ്പെടാം. അവരുടെ കെട്ടിടങ്ങൾ മുതൽ കുടിവെള്ള ഉൽപ്പാദന സംവിധാനങ്ങൾ വരെ ആക്രമണമുണ്ടായാൽ ലക്ഷ്യം വയ്ക്കാൻ എളുപ്പമാണ്. ഇനി ഇറാൻ്റെ വശത്തേക്ക് നോക്കാം. ആ ഭാഗത്ത് വലിയ പർവ്വതനിരകളാണ്. അവിടെ അവർ മിസൈലും ഡ്രോണുകളും ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഈ മലനിരകൾ ഇറാൻ ഒരു കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം ഇറാന് വലിയൊരു ആയുധമാണ്. ഈ മലനിരകളിൽ നിലയുറപ്പിക്കാൻ സാധിക്കുന്നിടത്തോളം ഇറാന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു ഗതാഗതത്തെ നിയന്ത്രിക്കാനും വെല്ലുവിളിക്കാനുമാകും. ഭൗമശാസ്ത്രമാണ് ഇവിടെ ഇറാൻ്റെ ആയുധം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക സന്നാഹങ്ങളാണ് അമേരിക്ക വികസിപ്പിച്ചെടുത്തത്. സാങ്കേതികമായും ആയുധങ്ങളുടെ വൈവിധ്യത്തിലും മികച്ച ഒരു സൈനിക സംവിധാനം അത് സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ഭരിക്കാമെന്നൊരു സങ്കല്പം US സൃഷ്ടിച്ചെടുത്തു. എന്നാൽ ഇറാനിൽ ഈ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കാഴ്ച. ഇവിടെയാണ് കണക്കിലെ കളി വരുന്നത്. ഇറാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രോണിന് വെറും $50,000 വില. വലിയ സാങ്കേതിക മികവില്ല. അവ ലളിതമായ യന്ത്രങ്ങളാണ്. എന്നാൽ ഇവയെ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു മിസൈലിന് 10 ലക്ഷം മുതൽ $1 കോടി വരെ വില വരും. അതായത് ഇറാൻ കുറഞ്ഞ ചെലവിൽ നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ US-ന് വൻ തുകകളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. ഇത് സാമ്പത്തികമായി US നീക്കത്തിന് വലിയൊരു തിരിച്ചടിയാണ്. മാത്രമല്ല, ആയുധ ശേഖരം കുറയുന്നതും വിതരണ ശൃംഖലയിൽ ക്രമേണ ഉണ്ടാകുന്ന പ്രതിസന്ധിയും US-ന് വെല്ലുവിളിയാവുന്നുണ്ട്. വിലയേറിയ ആയുധങ്ങൾ നിശ്ചിത എണ്ണം വീതം ഉണ്ടാക്കാൻ സജ്ജീകരിച്ച US-ലെ ആയുധ നിർമ്മാണ സംവിധാനങ്ങൾക്ക് പൊടുന്നതിന് വില കുറഞ്ഞ ആയുധങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു രീതിയിലേക്ക് മാറുക അത്ര എളുപ്പമാവില്ല. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ സൈനിക ശേഷിയെ വെല്ലുവിളിക്കാൻ കരുത്തരായ ആരുമില്ലെന്ന വിശ്വാസം ലോകത്ത് പതിയെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായാണ് ഒരു ലോകക്രമം പിന്നീട് സൃഷ്ടിക്കപ്പെട്ടത്. ആ സൈനിക ശേഷി നൽകിയ സുരക്ഷയിലാണ്, ആ ആത്മവിശ്വാസത്തിലാണ് ഗൾഫ് രാജ്യങ്ങളടക്കം US-നൊപ്പം നിൽക്കുന്നത്.
ആ വിശ്വാസത്തിനാണ് മങ്ങലേൽക്കുന്നത്. ആ വിശ്വാസത്തിന് ഇളക്കം തട്ടുമ്പോൾ അതിൽ ഊന്ന് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ലോകക്രമം തന്നെയാണ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. ഇനി മറ്റൊരു ഗൗരവമുള്ള വസ്തുത കൂടി പരിശോധിക്കാം. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി ശക്തരാണെന്നത് വസ്തുതയാണ്. എങ്കിലും ഭൗമശാസ്ത്രപരമായി ചില വെല്ലുവിളികൾ ഇവർക്കൊക്കെ മുന്നിലുണ്ട്. അതിൽ പ്രധാനമാണ് ശുദ്ധജലം. മരുഭൂമിയാൽ ചുറ്റപ്പെട്ട, മരുഭൂമിയിൽ പടുത്തുയർത്തപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിൽ വൻ ശുദ്ധജല തടാകങ്ങളോ പുഴകളോ ഇല്ല. മിക്ക ഗൾഫ് രാജ്യങ്ങളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളെയാണ്. മിക്ക രാജ്യങ്ങളുടെയും ആകെ ആവശ്യമുള്ള വെള്ളത്തിൻ്റെ 60% ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കടൽ തീരത്ത് എളുപ്പത്തിൽ ലക്ഷ്യമിടാവുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകളെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമിടുക എന്നത് ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണ്. ഇതേപോലെയാണ് എണ്ണ ഉൽപ്പാദന വിതരണ ശൃംഖലയുടെയും കാര്യം. ഇവയൊക്കെ ഉപഗ്രഹ നിരീക്ഷണത്തിലൂടെ എളുപ്പം കണ്ടെത്താനാവുന്നതേ ഉള്ളൂ. ഇവയ്ക്ക് നേരെ ഒരു ചെറിയ ഡ്രോൺ ആക്രമണം ഉണ്ടായാൽ പോലും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം മുടങ്ങും. എണ്ണ ഉൽപ്പാദനമോ വിതരണമോ നിലയ്ക്കും. ദിവസങ്ങൾക്കുള്ളിൽ നഗരങ്ങൾ തകരും. യുദ്ധം വെറും എണ്ണയ്ക്ക് വേണ്ടിയല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ളതായി മാറും. സുരക്ഷയിൽ അധിഷ്ഠിതമായി കെട്ടിപ്പൊക്കിയ രാജ്യങ്ങളിൽ ആക്രമണ ഭീതി പടരുന്നതോടെ നിക്ഷേപകർ പിൻവാങ്ങും. ഇറാൻ്റെ ലക്ഷ്യം ഇവിടെ കൃത്യമാണ്. ആര് ആദ്യം പിന്മാറും എന്നാണ് ചോദ്യം ഉയരുന്നത്. അമേരിക്കയ്ക്ക് ഒരു കരയുദ്ധത്തിന് ഇപ്പോൾ താല്പര്യമില്ല. എന്നാൽ പെട്രോ ഡോളർ തകരുന്നത് അവർക്ക് കണ്ടു നിൽക്കാനുമാവില്ല. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഡോളറിന് പകരമായി മറ്റ് കറൻസികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ലോകത്തിൽ 50 വർഷം നീണ്ട അമേരിക്കൻ ആധിപത്യത്തിൻ്റെ അവസാനമാണോ നമ്മൾ ഈ കാണുന്നത്? ലോകക്രമത്തെ തന്നെ നിശ്ചയിക്കാൻ പോകുന്ന അമേരിക്കയുടെ പെട്രോ ഡോളർ സംവിധാനം തകർച്ചയുടെ വക്കിലാണോ? അതിനെല്ലാമുള്ള മറുപടി വരും ദിവസങ്ങളിൽ അറിയാം.